കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു. പൊട്ടിയ ഗേറ്റിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുകി. അണക്കെട്ട് തകർന്നത് ഒഴിവാക്കാൻ 33 ഗേറ്റുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണിത്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. തുംഗഭദ്ര നദിയിലെ തുംഗഭദ്ര ഡാമിന്റെ 19ാമത്തെ ഗേറ്റിന്റെ ചെങ്ങലയാണ് പൊട്ടി വീണത്. തുടർന്ന് ഇതിൽ കൂടി ഏതാണ്ട് 33,000 അടി വെള്ളം പുറത്തേക്ക് ഒഴുകി. ഡാം തകരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ അണക്കെട്ടിനുള്ള 33 ഷട്ടറുകളും ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. വെള്ളം പരമാവധി ഒഴുക്കി കളയണം അതിനാണ് ശ്രമം. 60 TMC വെള്ളം ഒഴുക്കി കളഞ്ഞാൽ മാത്രമേ അറ്റകുറ്റപ്പണികളെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കർണാടക ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. 2,831 കോടി ലിറ്റർ വെള്ളമാണ് ഒരു TMC എന്ന് പറയുന്നത്. അപ്പോൾ 60 TMC വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണെന്ന് ഊഹിക്കാവുന്നതാണ്. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 1949 തുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ്. മുല്ലപ്പെരിയാറും തുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണ്. പക്ഷേ എടുത്തു പറയുകയാണ്, മുല്ലപ്പെരിയാർ പോലെ അപകടാവസ്ഥയിലുള്ള ഡാമല്ല. വെറും 70 വർഷം മാത്രം പഴക്കമുള്ള നല്ല നിലയിൽ പരിപാലിക്കുന്ന ഒരു ഡാമാണ്. ഇതിന്റെ ഗേറ്റിന്റെ ഷട്ടറിന്റെ ചെങ്ങലകൾ പൊട്ടി താഴേക്ക് പതിക്കുക മാത്രമാണ് ഉണ്ടായത്.